കർണാടകയിൽ കോൺഗ്രസ് ജെഡിഎസ് സർക്കാരിനെ താഴെയിറക്കിയ ബിജെപിക്ക് തിരിച്ചു പണിയൊടുക്കാനൊരുങ്ങി കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ഡി.കെ. ശിവകുമാർ. തനിക്കെതിരെ ബിജെപി നേതാവ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ഡി.കെ. ശിവകുമാർ കോടതിയിൽ അപകീർത്തി കേസ് ഫയൽ ചെയ്തു. ബിജെപിയുമായി ഒത്തുകളിക്കാൻ ഡി.കെ. ശിവകുമാർ തയ്യാറായി എന്നാണ് ബിജെപി എം.എൽ.എ. ബസനഗൌഡ പട്ടേൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഇതിനെതിരെയാണ് ഡി.കെ. ശിവകുമാർ കോടതിയിൽ അപകീർത്തി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. കോടീശ്വരനായ ഡി.കെ. ശിവകുമാർ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബിജെപിയുമായി ഒത്തുകളിക്കാൻ തയ്യാറായത് എന്നും യത്നാൽ ആരോപിച്ചിരുന്നു. ഈ സംഭവമാണ് വിവാദമായത്. ഇതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഡി.കെ. ശിവകുമാർ താക്കീതും നൽകിയിരുന്നു. ബിജെപി എം.എൽ.എ. യത്നിനാലിനെതിരെ ഡി.കെ. ശിവകുമാർ കനകപുര കോടതിയെ സമീപിച്ചു. കോടതി ബിജെപി എം.എൽ.എക്ക് നോട്ടീസ് അയച്ചു. മുൻ മന്ത്രിയും വിജയപുര എം.എൽ.എയുമായ ബസനഗൌഡ പട്ടേൽ യത്നിയാൽ. ഡി.കെ. ശിവകുമാർ സമർപ്പിച്ച അപകീർത്തി കേസ് കോടതി സെപ്റ്റംബർ 18-ന് പരിഗണിക്കും. അന്നേ ദിവസം കോടതിയിൽ ഹാജരാകണമെന്നാണ് ബിജെപി എം.എൽ.എക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഡി.കെ. ശിവകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിജെപി എം.എൽ.എയുടെ ആരോപണം മൂലം തനിക്ക് 204 കോടി രൂപ നഷ്ടമായി. കോടതി ഫീസായി 1 കോടി രൂപയും കെട്ടിവെക്കേണ്ടി വന്നു. ഇതിനെല്ലാം മതിയായ നഷ്ടപരിഹാരം വേണമെന്നാണ് ഡി.കെയുടെ ആവശ്യം. ആദായ നികുതി വകുപ്പ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയുടെ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചാൽ കർണാടകയിലെ രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാമെന്ന് ഡി.കെ. ബിജെപിക്ക് വാഗ്ദാനം നൽകിയെന്നാണ് എം.എൽ.എ. മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ജനങ്ങളും നേതാക്കളുടെയും മുന്നിൽ തന്റെ അഭിമാനം നഷ്ടപ്പെട്ടു. താൻ സംശയത്തിന്റെ നിഴലിലായി. കോൺഗ്രസ് ജെഡിഎസ് സർക്കാർ നിലനിൽക്കുന്നതിന് ഏറെ കഷ്ടപ്പെട്ട വ്യക്തിയാണ് താൻ. എന്നാൽ ബിജെപി എം.എൽ.എയുടെ ആരോപണത്തോടെ തന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടുവെന്നും ഡി.കെ. സമർപ്പിച്ച പരാതിയിൽ വിശദീകരിക്കുന്നു. കർണാടകയുടെ ജലവിഭവ മന്ത്രിയായിരുന്നു ഞാൻ. പലതവണ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ദില്ലിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ബിജെപി എം.എൽ.എയുടെ ആരോപണശേഷം തന്റെ യാത്രകൾ സംശയിക്കപ്പെട്ടു. വ്യക്തിപരമായ നേട്ടത്തിനാണ് പോകുന്നത് എന്ന ആരോപണം ഉയരുകയും ചെയ്തു. ഇതെല്ലാം തനിക്ക് വലിയ നഷ്ടങ്ങളാണ് വരുത്തിയതെന്നും ഡി.കെ. പരാതിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.